ഹലോ ഗൈസ്, ഓൾ ഓഫ് യു വെൽക്കം ടു ക്വസ്റ്റ്യൻ നമ്പർ 27. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ. കുറച്ച് ഫോർമുലകൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക, അതിൽ നേരിട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. വേറെ എന്തെങ്കിലും ലോജിക്കോ ട്രിക്കോ ഒന്നും ഇതിനകത്തില്ല. നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ് ഓൺ ദ സെറ്റ് 1, 2, 3, 4. 4 എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് എത്ര സിമെട്രിക് റിലേഷൻസ് ഉണ്ടെന്നാണ് ചോദ്യം. സിമെട്രിക് റിലേഷൻസിന്റെ എണ്ണം 2n(n+1/2) ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ നേരിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉറപ്പായിട്ടും തെറ്റായിരിക്കും. കാരണം ക്വസ്റ്റ്യൻ അവിടെ അവസാനിക്കുന്നില്ല. വിച്ച് ആർ നോട്ട് റിഫ്ലെക്സീവ്. ഈ സിമെട്രിക് ഫംഗ്ഷൻസിന്റെ എണ്ണം എടുക്കുമ്പോൾ അതിനകത്ത് ചിലതൊക്കെ റിഫ്ലെക്സീവ് ആയിരിക്കും, ചിലതൊന്നും റിഫ്ലെക്സീവ് ആയിരിക്കില്ല. അതിൽ നിന്ന് റിഫ്ലെക്സീവ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കുകയും കൂടെ വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങളാണ്. നമ്പർ ഓഫ് സിമെട്രിക് ഫംഗ്ഷൻസ്, മൊത്തം സിമെട്രിക് എടുക്കുന്നു. നമ്മൾ പറഞ്ഞു അതിന്റെ ഫോർമുല 2n(n+1/2) ആണ്. അഥവാ 2^4 × 5/2, 210, ദാറ്റ് ഈസ് 1024. ഉറപ്പായിട്ടും ഇതല്ല ഇവിടുത്തെ ആൻസർ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 960 ആണെന്ന്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സിമെട്രിക് ആൻഡ് റിഫ്ലെക്സീവ്. ഈ ഫോർമുല ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് അത്ര ഫേമസ് അല്ല. 2n(n)(n−1/2) ആണ്. അതാണ് സിമെട്രിക്കും റിഫ്ലെക്സീവും കൂടെ ഒരുമിച്ച് വരുന്നത്. അവിടെ നമ്മൾ n-ന് 4 കൊടുത്താൽ 4 × 3/2 അഥവാ 4 × 3 12, 12/2 6, 2^6 = 64 എന്നാണ് വരിക. ഇത് രണ്ടും കൂടി ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം എഴുതിയതിനകത്ത് എല്ലാ സിമെട്രിക് ഫംഗ്ഷൻസും ഉണ്ട്. അവിടെ റിഫ്ലെക്സീവ് ആവുന്നതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. താഴെ ഉള്ളതിൽ സിമെട്രിക് ആൻഡ് റിഫ്ലെക്സീവ് ഒന്നിച്ചുള്ളതാണ്. അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. സോ യെസ്, സിമെട്രിക് ബട്ട് നോട്ട് റിഫ്ലെക്സീവ് is equal to 1024 - 64. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ 960 എന്ന് കാണാം. 960 ആണെന്ന് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. സോ വെരി ഈസി ക്വസ്റ്റ്യൻ. 2 ഫോർമുലകൾ ബൈ ഹാർട്ട് ഉണ്ടാവുക. ഒന്ന് നമ്പർ ഓഫ് സിമെട്രിക് ഫംഗ്ഷൻസ് ടോട്ടൽ 2n(n+1/2). നമ്പർ ഓഫ് സിമെട്രിക് ആൻഡ് റിഫ്ലെക്സീവ് ഫംഗ്ഷൻ, സിമെട്രിക്കും റിഫ്ലെക്സീവും കൂടി ഒരുമിച്ച് വരുന്നത് 2n(n)(n−1/2). അത് രണ്ടും കൂടി ഡിഫറൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ആർ symmetric but not reflexive. Okay, thank you. That's all about question number 27.